പണ്ട് 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 വളരെ ദരിദ്രനായ ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. അയാൾക്ക് 2 ആൺമക്കളായിരുന്നു. മൂത്തയാൾ നല്ല ശക്തനായ മിടുക്കനായ ഒരാളായിരുന്നെങ്കിൽ രണ്ടാമത്തവൻ ദുർബലനും രോഗിയുമായിരുന്നു. ഈ രണ്ടാമത്തെ മകൻ്റെ പേരാണ് ഐവാൻ. ഞാനിന്ന് ഐവാൻ്റെ കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരിക്കൽ വിളവെടുപ്പ് കാലമായിരുന്നു. വീട്ടിലെ എല്ലാവരും കൃഷി ചെയ്യാൻ പാടത്തേക്ക് പോയി. ഐവാന് പോകാൻ വയ്യ, ഒട്ടും ആരോഗ്യമില്ല, രോഗമാണ്, കിടപ്പാണ്. അവന് ക്ഷീണിച്ച് അവൻ്റെ കിടക്കയിൽ കിടക്കുകയായിരുന്നു. കാര്യങ്ങൾ ഓർത്തപ്പോൾ അവന് വലിയ ദുഃഖം തോന്നി. രാവിലെയും അച്ഛനും ജ്യേഷ്ഠനും അവനെ കളിയാക്കി വഴക്കു പറഞ്ഞു. അവനുണ്ടായതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലല്ലോ എന്ന് അവർ പരാതി പറയുന്നത് അവൻ കേട്ടിരുന്നു. അതൊക്കെ ഓർത്തപ്പോൾ അവന് വല്ലാത്ത സങ്കടം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ കിടക്കുമ്പോൾ വാതിൽക്കൽ ഒരു മുട്ട് കേട്ടു. വളരെ ക്ഷീണിതനായ അവൻ ഒരു വിധത്തിൽ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പതുക്കെ പോയി വാതിൽ തുറന്നപ്പോൾ വളരെ പ്രായമായ ഒരു വൃദ്ധനായിരുന്നു. ആ വൃദ്ധൻ പറഞ്ഞു, എനിക്ക് വല്ലാതെ വിശക്കുന്നു, നല്ല ദാഹവുമുണ്ട്, എന്തെങ്കിലും ഭക്ഷണം വേണം. അപ്പോൾ ഐവാൻ പറഞ്ഞു, അടുക്കളയിൽ ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, വീഞ്ഞു പോലുമുണ്ട്. പക്ഷേ എനിക്ക് അവിടം വരെ പോയി എടുക്കാൻ വയ്യ, എനിക്ക് തീരെ നടക്കാൻ വയ്യ. അപ്പൂപ്പൻ ഒന്ന് പോയി എടുക്കാമോ? ഞാൻ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു തരാം. ആ വൃദ്ധൻ പറഞ്ഞു, പറ്റില്ല, നീ ഇപ്പം തന്നെ പോയി എടുത്തുകൊണ്ട് വന്നേ പറ്റൂ. വൃദ്ധൻ വളരെ ദേഷ്യത്തിലാണിത് പറഞ്ഞത്. ഐവാൻ പേടിച്ചു പോയി. അവൻ പേടിച്ച് വിറച്ച് അവിടെ നിന്നപ്പോൾ വൃദ്ധൻ ഒരിക്കൽ കൂടി അവനോട് പറഞ്ഞു, വേഗം അകത്ത് പോയി എനിക്ക് ഒരു ഗ്ലാസ് വൈൻ എടുത്തുകൊണ്ടെത്താം. പേടിച്ചു പോയ ഐവാൻ വേഗം അടുക്കളയിലേക്ക് പോയി. വളരെ കഷ്ടപ്പെട്ട് വേച്ച് ഭിത്തിയിലും കസേരയിലും ഒക്കെ പിടിച്ചാണ് അവൻ അടുക്കളയിലെത്തിയത്. അടുക്കളയിലെ കുപ്പിയിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടി അവൻ കുറച്ച് വീഞ്ഞെടുത്തു. എന്നിട്ട് അത് ആ വൃദ്ധനായ മനുഷ്യന് കൊണ്ടുവന്ന് കൊടുത്തു. അയാളാണെങ്കിൽ കഷ്ടപ്പെട്ട് ഐവാൻ ഇങ്ങനെ നടക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. അയാൾ ആ വീഞ്ഞ് കുറച്ച് കുടിച്ചിട്ട് ബാക്കി ഐവാൻ്റെ കയ്യിൽ കൊടുത്തു. ഇത് വേഗം കുടിക്ക് എന്ന് ആജ്ഞാപിച്ചു. പേടിച്ച ഐവാൻ പെട്ടെന്ന് ആ വീഞ്ഞ് കുടിച്ചു തീർത്തു. ഐവാൻ വീഞ്ഞ് കുടിക്കുന്നത് വരെ ആ വൃദ്ധൻ അവിടെ നോക്കി നിന്നു. എന്നിട്ട് അവനോട് പറഞ്ഞു, ഇത്ര മതി, നിനക്ക് ഇത്ര ശക്തി മതി. എന്താണ് അയാൾ പറഞ്ഞത് എന്ന് ഐവാന് മനസ്സിലായില്ല. വൃദ്ധൻ പെട്ടെന്ന് ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്തു. തൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റം വന്നതായിട്ട് ഐവാന് തോന്നി. വേദനകളൊന്നുമില്ല, അസുഖങ്ങളൊക്കെ മാറിയതുപോലെ ഒരു തോന്നൽ. ഐവാൻ വാതിലിന് നേരെ നടന്നു. തനിക്ക് പഴയതിനേക്കാൾ വേഗത്തിൽ നടക്കാൻ പറ്റുന്നുണ്ട് എന്നവന് തോന്നി. താൻ കിടന്നിരുന്ന കിടക്കയിലേക്ക് അവൻ തിരിച്ചു നടന്നപ്പോൾ അവന് വലിയ ഉന്മേഷം തോന്നി. അവൻ വേഗത്തിൽ കിടക്കയിലേക്ക് ചെന്നു. കിടക്ക മടക്കി വെച്ചു. തുള്ളിച്ചാടാൻ തോന്നി, നൃത്തം ചെയ്യാൻ തോന്നി. അതൊക്കെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവന് ചെയ്യാൻ പറ്റി. തൻ്റെ രോഗങ്ങളൊക്കെ മാറി തനിക്ക് ആരോഗ്യമായി എന്ന് ഐവാന് മനസ്സിലായി. ഉടൻ തന്നെ തൻ്റെ പിതാവിനെ സഹായിക്കാൻ പാടത്തേക്ക് പോകണം എന്ന് ഐവാന് തോന്നി. പക്ഷെ അവൻ വിചാരിച്ചു, ഉടനെ പാടത്തേക്ക് ചെന്നാൽ താൻ പറയുന്നതൊന്നും തൻ്റെ പിതാവോ സഹോദരനോ വിശ്വസിക്കണമെന്നില്ല. അതുകൊണ്ട് ജന്മിയുടെ അടുത്തേക്ക് പോകാം. ജന്മിയുടെ അടുത്ത് ചെന്നിട്ട് എന്തെങ്കിലും ജോലി തരാമോ എന്ന് ചോദിക്കാം. അങ്ങനെ താൻ ജന്മിയുടെ അടുത്ത് ജോലി ചെയ്യുന്നത് കണ്ടാൽ തനിക്ക് ആരോഗ്യമായി, തനിക്കിനി എല്ലാ ജോലികളും ചെയ്യാൻ പറ്റും എന്ന് തൻ്റെ പിതാവ് വിശ്വസിക്കും. അങ്ങനെ ഐവാൻ ജന്മിയുടെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹത്തെ മുഖം കാണിച്ചിട്ട് തനിക്ക് ചെയ്യാൻ പറ്റിയൊരു ജോലി തരണം എന്ന് പറഞ്ഞു. ഐവാനെ കണ്ടപ്പോൾ അവന് വലിയ ആരോഗ്യമൊന്നും ഉള്ളതായിട്ട് ജന്മിക്ക് തോന്നിയില്ല. അതുകൊണ്ട് അവനെ ഒന്ന് കളിയാക്കണം എന്നുറപ്പിച്ചിട്ട് ജന്മി പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, എനിക്ക് 10 ധാന്യപ്പുരകളുണ്ട്. അതിൽ ഒരെണ്ണം ഒറ്റ ദിവസം കൊണ്ട് നിൻ്റെ വീടിനടുത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ആ ധാന്യപ്പുരയിലുള്ള ധാന്യം മുഴുവൻ നീ കൂലിയായിട്ട് എടുത്തോ. അതല്ലാതെ ഇവിടെ വേറെ പണിയൊന്നുമില്ല. ഐവാൻ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു നടന്നു. അപ്പോഴേക്കും പിതാവും സഹോദരനും പാടത്തെ പണി കഴിഞ്ഞ് വീട്ടിലെത്തിയിരുന്നു. തങ്ങൾ പോകുമ്പോൾ കിടക്കയിൽ ക്ഷീണിച്ച് കിടക്കുകയായിരുന്ന ഐവാൻ നടന്നു വരുന്നത് കണ്ടപ്പോൾ പിതാവിന് അത്ഭുതം തോന്നി. അദ്ദേഹം ചോദിച്ചു, നീ എവിടെ പോയതാ? ഐവാൻ പറഞ്ഞു, എനിക്ക് ജന്മി ഒരു ധാന്യപ്പുര തന്നിട്ടുണ്ട്, അത് കെട്ടി വലിച്ചുകൊണ്ട് വരാൻ പറ്റിയൊരു കയർ എനിക്ക് വേണം. ഐവാൻ പറയുന്ന മണ്ടത്തരം കേട്ടിട്ട് സഹോദരനും പിതാവും ഉറക്കെ ചിരിച്ചു. അവർ പറഞ്ഞു, നിൻ്റെ ശരീരത്തിൻ്റെ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ നിൻ്റെ തലയ്ക്കും കുഴപ്പമായോ? നിൻ്റെ ബുദ്ധിയൊക്കെ പോയോ? അവർ തനിക്ക് കയർ തരില്ല എന്ന് ഐവാന് മനസ്സിലായി. അതുകൊണ്ട് ഐവാൻ അയൽപ്പക്കങ്ങളിലൊക്കെ കയറി ചെന്ന് ഓരോ കയർ കടം ചോദിച്ചു. അങ്ങനെ കിട്ടിയ കയറുകളെല്ലാം കൂടി ചേർത്ത് അവനെ ധാന്യപ്പുരയ്ക്ക് ചുറ്റും ഒരു വലിയ കെട്ട് കെട്ടി. എന്നിട്ട് ആ ധാന്യപ്പുര അപ്പാടെ അവൻ തൻ്റെ തോളിലേക്ക് വലിച്ചു കയറ്റി. കണ്ടു നിന്നവർ അത്ഭുതപ്പെട്ടുപോയി.
പിതാവും സഹോദരനും നോക്കുമ്പോഴുണ്ട് വലിയൊരു ധാന്യപ്പുരം ചുമന്നു വരുന്നു ഐവാൻ. ധാന്യപ്പുര തൻ്റെ തോളത്തെടുത്ത് വെച്ച് നിന്നുകൊണ്ട് ഐവാൻ തൻ്റെ പിതാവിനോട് ഇത് ഇറക്കി വെക്കാൻ പറ്റിയൊരു സ്ഥലം കാണിച്ചു തരാൻ പറഞ്ഞു. പിതാവ് പറഞ്ഞു, നമ്മുടെ പാടത്തിൻ്റെ കരയിൽ നീ അത് ഇറക്കി വെച്ചോളൂ. അപ്പോൾ പാടത്തിൻ്റെ കരയിൽ ഐവാൻ ആ ധാന്യപ്പുര ഇറക്കി വെച്ചു. ഒരു വലിയ ധാന്യപ്പുര. ജന്മി അമ്പരന്ന് പോയി. വെറുതെ കളിയാക്കാൻ ചെയ്തതാണ്. ഇപ്പോൾ ഒരു വലിയ ധാന്യപ്പുരയും അതിലുള്ള ധാന്യം മുഴുവനും നഷ്ടമായിരിക്കുന്നു. പിതാവിനും സഹോദരനുമാണെങ്കിൽ ഇതിൽ പരമൊരു അത്ഭുതമില്ല. തങ്ങൾ 10 വർഷം പാടത്ത് കടന്ന് എത്ര അധ്വാനിച്ചാലും ഇത്രയധികം ധാന്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. അത്രയേറെ ധാന്യം കൊണ്ടാണ് ഐവാൻ വന്നിരിക്കുന്നത്. എന്തോ അത്ഭുതം നടന്നിട്ടുണ്ട്. എന്തായാലും ഐവാൻ പറഞ്ഞു, ഞാനിനി അധികം ഇവിടെ നിൽക്കുന്നില്ല. അച്ഛനും ജ്യേഷ്ഠനും നമ്മുടെ കുടുംബത്തിനും ആവശ്യമുള്ള ധാന്യമായല്ലോ. ഞാനിനി നാടൊക്കെ ഒന്ന് ചുറ്റും നടന്ന് കണ്ടിട്ട് വരാം. തൻ്റെ കുടുംബത്തിനോട് യാത്ര പറഞ്ഞിട്ട് ഐവാൻ ലോകസഞ്ചാരത്തിന് അങ്ങനെ ഇറങ്ങി. അവൻ കുറേ ദൂരം നടന്നു പോകുമ്പോൾ വഴിയിൽ ഒരു മുയലിരിക്കുന്നത് കണ്ടു. ആ മുയലിനെ പിടിച്ച് ഞെക്കി അങ്ങ് കൊന്നു കളയാം എന്ന് ഐവാന് തോന്നി. ഇപ്പോൾ നല്ല ബലമുണ്ട്. ആ ബലം കൊണ്ട് എന്തൊക്കെ ചെയ്യണം എന്ന് ഐവാന് പോലും ഒരു ധാരണയില്ല. കൈകളിങ്ങനെ തരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. ഐവാൻ തന്നെ പിടിക്കാൻ വരുന്നത് കണ്ട മുയൽ പേടിച്ചു പോയി. മുയൽ പറഞ്ഞു, അയ്യോ, എന്നെ ഒന്നും ചെയ്യരുതേ. പകരം എനിക്കൊരു മകനുണ്ട്. അവനെ നിൻ്റെ വേലക്കാരനായിട്ട് ഞാൻ തരാം. ഐവാൻ സമ്മതിച്ചു. അങ്ങനെ മുയൽ തൻ്റെ മകനായ കുഞ്ഞു മുയലിനെ ഐവാന് ദാനം ചെയ്തു. ഐവാൻ ആ മുയലിനെ എടുത്ത് തൻ്റെ കീശയിലിട്ടുകൊണ്ട് മുന്നോട്ട് നടന്നു. അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോൾ വഴിയിലൊരു കുറുക്കനിരിക്കുന്നു. അവൻ്റെ വാലിന് പിടിച്ച് അവനെ താഴെ തല്ലി അങ്ങ് കൊന്നുകളയാൻ ഐവാന് തോന്നി. ഐവാൻ വേഗം ചെന്ന് കുറുക്കൻ്റെ വാലിന് പിടിച്ചു. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. എൻ്റെ വീട്ടിലെ ഒരു കുറുക്കൻ കുഞ്ഞുണ്ട്. അവനെ നിൻ്റെ വേലക്കാരനായിട്ട് ഞാൻ തരാം. എന്നെ വെറുതെ വിടണേ. ഐവാൻ സമ്മതിച്ചു. അങ്ങനെ ഐവാന് ഒരു കുറുക്കൻ കുഞ്ഞിനെയും കൂടെ കിട്ടി. കുറുക്കൻ കുഞ്ഞിനെ തൻ്റെ തോളത്തെടുത്ത് വെച്ചുകൊണ്ട് ഐവാൻ മുന്നോട്ട് നടന്നു. അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോൾ ഒരു കരടിയെ കണ്ടു. കരടിയെ പൊക്കിയെടുത്ത് ദൂരേക്ക് എറിയാൻ ഐവാന് തോന്നി. ഐവാൻ കരടിയെ ചെന്ന് പിടിക്കാൻ തുടങ്ങിയപ്പോഴേ കരടി പറഞ്ഞു, അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. എനിക്കൊരു കുഞ്ഞുണ്ട്. അവനെ നിൻ്റെ അടിമയായിട്ട് ഞാൻ തരാം. എന്നെ വെറുതെ വിടണേ. അങ്ങനെ ഐവാന് ഒരു കരടിയേയും കൂടി കിട്ടി. കരടി കുഞ്ഞിനെ എടുത്ത് തൻ്റെ തോളത്ത് വെച്ചുകൊണ്ട് ഐവാൻ വീണ്ടും മുന്നോട്ട് നടന്നു. ഇപ്പോൾ 4 പേരും കൂടി ഒരുമിച്ചാണ് യാത്ര. കുറേ ദൂരം ചെന്നു. അപ്പോൾ വഴി 2ആയിട്ട് പിരിയുന്നുണ്ടായിരുന്നു. ഒരു വശത്തെ വഴി മനോഹരമായ ഒരു വഴിയും രണ്ടാമത്തെ വഴി വരണ്ട് കല്ലും മുള്ളും നിറഞ്ഞൊരു വഴിയുമായിരുന്നു. ഈ ചീത്തയായ വഴിയുടെ അടുത്ത് ഒരു ചൂണ്ട് പലകയുണ്ടായിരുന്നു. അവിടെ അങ്ങോട്ട് പോവരുത്, ആ വഴി പോകുന്നവർക്ക് മരണമുണ്ടാകും എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. തനിക്ക് കിട്ടിയ അപാരമായ ബലം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ നോക്കിയിരുന്ന ഐവാന് ഇതൊരു നല്ല അവസരമായിട്ട് തോന്നി. മനോഹരമായ 1ാമത്തെ വഴി ഉപേക്ഷിച്ചിട്ട് ആ കല്ലും മുള്ളും നിറഞ്ഞ ദുർഘടമായ മരണം കാത്തിരിക്കുന്ന വഴിയിലൂടെ യാത്ര ചെയ്യാൻ ഐവാൻ തീരുമാനിച്ചു. അങ്ങനെ ഐവാൻ ആ വഴി കുറേ ദൂരം മുന്നോട്ട് പോയപ്പോൾ ഒരു ഗ്രാമത്തിലെത്തി. ആ ഗ്രാമം നിശബ്ദമായിരുന്നു. ആൾക്കാരൊക്കെ വല്ലാതെ പേടിച്ചരണ്ടതുപോലെ കാണപ്പെട്ടു. അവരാരും വീടുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പോലും ഉണ്ടായിരുന്നില്ല. ഐവാൻ ഒരു വീടിൻ്റെ വാതിൽക്കൽ ചെന്ന് മുട്ടി. എന്നിട്ട് ചോദിച്ചു, ഈ ഗ്രാമത്തിൽ എന്താ എല്ലാവരും ഇങ്ങനെ? ആരും പുറത്തിറങ്ങുന്നില്ലല്ലോ. എല്ലാവരും വിഷമിച്ചിരിക്കുന്നല്ലോ. ആ വാതിൽ തുറന്നത് ഒരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീ പറഞ്ഞു, നീ ഒരപരിചിതനാണല്ലോ. എന്തിനാ നീ ഈ വഴി വന്നത്? ഇത് വളരെ അപകടം പിടിച്ചൊരു വഴിയാണ്. ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഇവിടം വിട്ടു പോവുകയാണ്. ഞങ്ങൾ ഉടൻ തന്നെ ഇവിടം വിട്ടു പോകും. ഈ ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ ഒരു കാടുണ്ട്. ആ കാട്ടിൽ 6 തലയുള്ള ഒരു സത്വം താമസിക്കുന്നുണ്ട്. ഒരു ഭീകരനായ വ്യാളി. അവൻ ഗ്രാമത്തിലിറങ്ങി ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ പിടിച്ച് തിന്നും. ഗ്രാമീണരെയൊക്കെ പിടിച്ച് തിന്നിട്ട് മതിയാവാഞ്ഞിട്ട് അവൻ ഞങ്ങളുടെ രാജകുമാരിയെ തന്നെയാണ് ഇത്തവണ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഇതും പറഞ്ഞ് ആ സ്ത്രീ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. തൻ്റെ ബലം പ്രദർശിപ്പിക്കാൻ നല്ലൊരു അവസരമായിട്ട് ഐവാൻ ഇതിനെ കരുതി. ഐവാൻ ആ വ്യാളെ അന്വേഷിച്ച് ആ വഴിയിലൂടെ മുന്നോട്ട് നടന്നു. ആ സ്ത്രീ പിന്നിൽ നിന്ന് ആ വഴി പോകരുത്, തിരിച്ചു പോയിക്കൊള്ളൂ എന്ന് ഐവാനോട് വിളിച്ച് പറഞ്ഞെങ്കിലും അതൊന്നും അവൻ ചെവിക്കൊണ്ടില്ല. അവൻ വീണ്ടും മുന്നോട്ട് നടന്നപ്പോൾ ഒരു കുതിരവണ്ടി പോകുന്നത് കണ്ടു. കുതിരവണ്ടിക്കാരൻ ആകെ പേടിച്ചരണ്ടിരുന്നു. കുതിരവണ്ടിയിൽ രാജകുമാരിയാണ് ഇരുന്നത്. നല്ല പ്രായം ചെന്ന വിരൂപനായ ഒരു കുതിരവണ്ടിക്കാരനായിരുന്നു അയാൾ. പതുക്കെ പതുക്കെ യാത്ര ചെയ്തിരുന്ന ആ കുതിരവണ്ടിക്കൊപ്പം ഐവാൻ ഓടിയെത്തി. നോക്കുമ്പോൾ രാജകുമാരി മുഖം മറച്ചിരുന്ന് കരയുകയാണ്. ഐവാൻ ആ കുതിരവണ്ടിക്കാരനോട് ചോദിച്ചു, നിങ്ങളെന്തിനാണ് ഈ രാജകുമാരിയെ ആ സത്വത്തിനടുത്തേക്ക് കൊണ്ടുപോകുന്നത്? തിരിച്ചു പോയിക്കൂടെ?
കുതിരവണ്ടിക്കാരൻ പറഞ്ഞു, ഞാൻ ഈ രാജകുമാരി അവിടെ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ സത്വം ഈ ഗ്രാമത്തിലെ മുഴുവൻ മനുഷ്യരെയും പിടിച്ച് തിന്നും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് മറ്റൊരു മാർഗമില്ല. രാജകുമാരിയെ ആ വ്യാളിയുടെ അടുത്ത് കൊണ്ടു ചെന്നേ പറ്റൂ. അയാൾ പേടിച്ച് ആ കുതിരവണ്ടി മുന്നോട്ട് ഓടിക്കുന്നത് ഐവാൻ കണ്ടു. ഐവാൻ ആ കുതിരവണ്ടിക്കൊപ്പം മുന്നോട്ട് നടന്നു. കുറേ ദൂരം ചെന്നപ്പോഴേക്കും പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു സ്ഥലത്തെത്തി. വല്ലാത്ത ഒരു ദുർഗന്ധമുണ്ടായിരുന്നു അവിടെ എല്ലാം മനുഷ്യൻ്റെ എല്ലും മുടിയും ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. പാറയുടെ മുകളിൽ നിന്ന് വല്ലാത്ത തീ വരുന്നുണ്ടായിരുന്നു. വ്യാളിയുടെ മുരൾച്ച കേൾക്കാമായിരുന്നു. ഇതെല്ലാം കേട്ടതും രാജകുമാരി ബോധരഹിതയായിട്ട് ആ കുതിരവണ്ടിയിൽ തന്നെ വീണു. കുതിരവണ്ടിക്കാരനാണെങ്കിൽ എഴുന്നേറ്റ് കുതിരവണ്ടിയിൽ നിന്നിറങ്ങി തിരിച്ച് ഓടിയങ്ങ് പോവുകയും ചെയ്തു. രാജകുമാരിയും ഐവാനും അവൻ്റെ വേലക്കാരായ 3 മൃഗങ്ങളും മാത്രമായി അവിടെ. ഐവാൻ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മലയുടെ മുകളിൽ നിന്നും വ്യാളിയുടെ 1ാമത്തെ തല ഉയർന്നു വരുന്നത് കണ്ടു. പിന്നാലെ മറ്റ് 5 തലകൾ ഉയർന്നു വന്നു. അത് ഭീകരമായി തീ തൊപ്പിക്കൊണ്ട് ഐവാൻ്റെ നേരെ പാഞ്ഞടുത്തു. ഐവാൻ ഉടൻ തന്നെ താൻ കരുതിയിരുന്ന വാളെടുത്ത് അതിൻ്റെ 1ാമത്തെ തല വെട്ടി താഴെ വീഴ്ത്തി. വ്യാളി അലറിക്കൊണ്ട് ഐവാനോടടുത്തു. ഐവാനും വ്യാളിയുമായിട്ട് ഒരു ഘോര യുദ്ധം തന്നെ നടന്നു. യുദ്ധത്തിൻ്റെ അവസാനം ഐവാൻ ആ വ്യാളിയുടെ 6 തലകളും വെട്ടി താഴെ വീഴ്ത്തി. എന്നിട്ട് ആ 6 തലകൾക്കുള്ളിൽ നിന്നും അവൻ്റെ നാക്ക് പിഴുതെടുത്ത് ഒരു തുണിയിൽ കെട്ടി തൻ്റെ കീശയിലാക്കി. ഈ യുദ്ധം കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ അടിമകളായ 3 മൃഗങ്ങളല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. അവൻ്റെ കുഞ്ഞു മുയലും കുഞ്ഞു കുറുക്കനും കുഞ്ഞു കരടിയും ആ യുദ്ധം കണ്ടുകൊണ്ട് അവിടെ നോക്കിയിരിപ്പുണ്ടായിരുന്നു. എന്നാൽ യുദ്ധം കഴിഞ്ഞതോടെ ഐവാൻ വല്ലാതെ ക്ഷീണിച്ചു പോയി. എവിടെയെങ്കിലും ഒന്ന് കിടക്കണം എന്നവന് തോന്നി. അതുകൊണ്ട് അവൻ വാളൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ഒരു പാറക്കല്ലിനോട് തല ചേർത്ത് വെച്ച് ഉറങ്ങാൻ തുടങ്ങി. അവൻ്റെ മൃഗങ്ങൾ അവന് കാവലിരിക്കുകയും ചെയ്തു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഓടിപ്പോയ കുതിരവണ്ടിക്കാരൻ തിരിച്ചു വന്നു. രാജകുമാരിയുടെ പൊടി പോലും അവിടെ കാണുകയില്ല എന്നാണ് അയാൾ കരുതിയത്. വ്യാളിയുടെ വിശപ്പ് തീർന്ന് വ്യാളി അങ്ങ് പോയി കഴിഞ്ഞെങ്കിൽ അവളുടെ ആഭരണങ്ങളോ മറ്റോ അവിടെ കാണാൻ കിടന്ന് കിട്ടുകയാണെങ്കിൽ അത്രയും ലാഭമായല്ലോ എന്നാണ് ദുഷ്ടനായ അയാൾ ചിന്തിച്ചത്. പക്ഷെ അയാൾ വന്നപ്പോൾ രാജകുമാരിയുണ്ട് കുതിരവണ്ടിക്കുള്ളിൽ ബോധം കെട്ട് കിടപ്പുണ്ട്. വ്യാളി തലയേറ്റ് നിലത്ത് കിടപ്പുണ്ട്. തൊട്ടടുത്ത് വ്യാളിയെ കൊന്ന ധീരനായ ഐവാന് ഉറങ്ങിക്കിടപ്പുണ്ട്. ഇത് തന്നെ അവസരം എന്ന് അയാൾക്ക് തോന്നി. അയാൾ അവിടെ ഇരുന്ന വാളെടുത്ത് ഐവാൻ്റെ തല വെട്ടിമാറ്റി. എന്നിട്ട് ആ വ്യാളിയുടെ 6 തലകളും എടുത്ത് കുതിരവണ്ടിയിലിട്ട് രാജകുമാരിയുമായിട്ട് കുതിരവണ്ടി ഓടിച്ച് ദൂരേക്ക് പോയി. അപ്പോഴേക്ക് രാജകുമാരിക്ക് ബോധം വീണു. രാജകുമാരി ചോദിച്ചു, എന്ത് സംഭവിച്ചു? അപ്പോൾ കുതിരവണ്ടിക്കാരൻ പറഞ്ഞു, ഞാൻ ആ വ്യാളിയെ കൊലപ്പെടുത്തി, രാജകുമാരിയെ രക്ഷപ്പെടുത്തി. രാജകുമാരി ഇത് വിശ്വസിച്ചു. അങ്ങനെ ആ കുതിരവണ്ടിക്കാരൻ രാജകുമാരിയുമായിട്ട് രാജകൊട്ടാരത്തിലെത്തി. താൻ വ്യാളിയെ കൊന്നതിന് തെളിവായിട്ട് 6 വ്യാളിത്തലകളും രാജാവിൻ്റെ മുന്നിൽ കാഴ്ചവെച്ചു. രാജാവിന് വലിയ സന്തോഷമായി. പ്രതിഫലമായിട്ട് എന്ത് വേണം എന്ന് രാജാവ് കുതിരവണ്ടിക്കാരനോട് ചോദിച്ചപ്പോൾ തനിക്ക് രാജകുമാരിയെ വിവാഹം കഴിച്ചു തരണം എന്നാണ് അയാൾ പറഞ്ഞത്. രാജകുമാരിക്ക് ഈ ബന്ധം ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും രാജാവിന് മറ്റ് നിർവാഹമൊന്നുമില്ലായിരുന്നു. വ്യാളിയെ കൊന്ന് തൻ്റെ രാജ്യത്തെയും മകളെയും രക്ഷപ്പെടുത്തിയതല്ലേ കുതിരവണ്ടിക്കാരൻ. അങ്ങനെ ആ വിവാഹം തീരുമാനിക്കപ്പെട്ടു. ഈ സമയം മരിച്ചുപോയ ഐവാൻ്റെ അടുത്തിരുന്ന് അവൻ്റെ പ്രിയപ്പെട്ട മൃഗങ്ങളായ കരടിയും കുറുക്കനും മുയൽക്കുഞ്ഞും കരയുകയായിരുന്നു. തങ്ങളുടെ യജമാനന് ഇങ്ങനൊരു ഗതി വന്നത് അവർക്ക് സഹിക്കാനേ പറ്റിയില്ല. അവർ ആ മലയ്ക്ക് ചുറ്റും നടന്നു നോക്കി. അപ്പോൾ അവിടെ 2 പക്ഷികളിരുന്ന് സംസാരിക്കുന്നവർ കേട്ടു. പക്ഷികൾ പറഞ്ഞു, ഈ വ്യാളി ചത്തുപോയത് കാര്യമായി. ഇനിയിപ്പോൾ മലമുകളിലെ ആ കുളത്തിലെ വെള്ളം നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ മറ്റൊരു കിളി ചോദിച്ചു, അതെന്താ ആ കുളത്തിലെ വെള്ളത്തിൻ്റെ പ്രത്യേകത? അപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരുന്ന കിളികൾ പറഞ്ഞു, അയ്യോ നിനക്കറിയില്ലേ, ആ വെള്ളം ഒരു തുള്ളി വായിലൊഴിച്ചാൽ മതി, മരിച്ചുപോയവരെ ജീവിപ്പിക്കാൻ പറ്റും. ഇത് കേട്ട കരടിയും കുറുക്കനും മുയൽക്കുഞ്ഞും കൂടി ആ കുളത്തിനടുത്തേക്ക് ഓടിച്ചെന്നു. ഇലക്കൊമ്പിളിൽ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഐവാൻ്റെ വായിലൊഴിച്ചു കൊടുത്തു. അതോടെ ഐവാൻ ജീവിച്ചു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതുപോലെ അവൻ ഉണർന്നു വന്നപ്പോൾ അവൻ്റെ പ്രിയപ്പെട്ട മൃഗങ്ങൾ എന്താണ് സംഭവിച്ചത് എന്ന് അവനോട് പറഞ്ഞു. കുതിരവണ്ടിക്കാരൻ അവനെ വെട്ടിക്കൊന്നിട്ട് രാജകുമാരിയുമായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഐവാൻ ഉടൻ തന്നെ രാജകൊട്ടാരത്തിലേക്ക് ചെന്നു. അവിടെ വിവാഹ ചടങ്ങുകൾ നടക്കുകയായിരുന്നു.
ഐവാൻ രാജാവിൻ്റെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു, ഞാനാണ് വ്യാളിയെ കൊന്നത്, ഈ കുതിരവണ്ടിക്കാരനല്ല. കുതിരവണ്ടിക്കാരൻ പറഞ്ഞു, ഇവൻ കള്ളം പറയുകയാണ്. അങ്ങ് നോക്കൂ, ഞാനല്ലേ വ്യാളിയുടെ തലകളുമായിട്ട് വന്നത്. അപ്പോൾ ഐവാൻ രാജാവിനോട് ചോദിച്ചു, മഹാരാജാവേ, അങ്ങ് ആ വ്യാളുകളുടെ വായ്ക്കുള്ളിൽ നോക്കൂ, ഒന്നിൽ പോലും നാവുകളുണ്ടാവില്ല. ആ നാവുകളൊക്കെ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. വ്യാളിയെ കൊന്ന ഉടൻ തന്നെ ഞാൻ ആ നാവുകൾ മുറിച്ച് എൻ്റെ കീശയിലാക്കിയിരുന്നു. രാജാവ് നോക്കി, ശരിയാണ്, ഒറ്റ വ്യാളിയുടെ വായിലും നാവില്ല. ഐവാൻ താൻ സൂക്ഷിച്ചു വെച്ചിരുന്ന വ്യാളിയുടെ നാവുകൾ രാജാവിൻ്റെ മുന്നിൽ ഹാജരാക്കി. ഉടൻ തന്നെ കുതിരവണ്ടിക്കാരനെ തുറങ്കിലടയ്ക്കാൻ രാജാവ് ആജ്ഞാപിച്ചു. ധീരനും സുന്ദരനും ബലവാനുമായ ഐവാനെ രാജാവ് രാജകുമാരിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. പിന്നീട് ഐവാൻ ഭാവി രാജാവായി തീരുകയും ചെയ്തു. ഇതാണ് ബലവാനായ ഐവാൻ്റെ കഥ. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.